you want to follow somebody, you should know him very well. നിങ്ങൾ ആരെയാണോ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തിയെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അറിയേണ്ടും വണ്ണം അറിയണം. നമ്മൾ ഈ കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഹൗ വെൽ വി നോ ജീസസ്. യേശുവിനെ നമുക്ക് എത്ര നന്നായി അറിയാം. ഈയിടെ ഒരാളോട് ഒരു കാര്യത്തിന് ഒരാൾ പറഞ്ഞു, പിന്നെ അയാളെ എനിക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഇങ്ങനൊരു കാര്യം, അല്ല അത്രയ്ക്ക് നന്നായി അറിയുമൊന്നുമില്ല അയാളെ അറിയാമെന്നേ ഉള്ളൂ, എനിക്ക് അയാളെ അത്ര നന്നായി അറിയത്തില്ല. നമ്മുടെ പലരുടെയും പങ്ക്, നമുക്ക് എല്ലാവർക്കും മോദിജി അറിയാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ എത്ര നന്നായി അറിയാം നമുക്ക്? കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മൾ പറയും എനിക്ക് അത്രയ്ക്കൊരു കണക്ഷനൊന്നും ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പലരും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് തന്നെ കള്ളമാണ്. കാരണം ആ വ്യക്തി അവരുടെ മുമ്പിൽ നിന്നാലും ഇയാളാന്ന് എന്ത് ചെയ്യത്തില്ല, അറിയില്ല. അങ്ങനെ അനുഭവങ്ങൾ പല പ്രാവശ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനീ പറഞ്ഞത്, നമ്മളൊക്കെ അറിയാമെന്ന് പറയുമ്പോഴും ഹൗ വെൽ വി നോ ഹിം, എത്ര നന്നായിട്ട് നമുക്കവനെ അറിയാം. അഥവാ അറിയേണ്ടവണ്ണം നമ്മളവനെ അറിഞ്ഞിട്ടുണ്ടോ? കർത്താവിൻ്റെ കൂടെ നടന്ന 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും കർത്താവിനെ അറിയേണ്ടവണ്ണം അറിയാൻ സാധിച്ചില്ല. 30 വർഷത്തോളം കർത്താവിൻ്റെ കൂടെ നടന്ന സ്വന്തം സഹോദരന്മാർക്ക് പോലും കർത്താവ് ആരെന്ന് അറിയാൻ പറ്റാതെ പോയി. അതുകൊണ്ട് ഈ ദിവസങ്ങളെല്ലാം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് കർത്താവിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടവണ്ണം അറിയുക എന്നുള്ളത്. ഹൗ വെൽ വി നോ ജീസസ്. കർത്താവിനെ പല അളവിൽ അറിഞ്ഞ കുറേ ആളുകളെ കുറിച്ചായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ കുറേ വെള്ളിയാഴ്ചകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കർത്താവിനെ വിവിധ അളവിൽ അറിഞ്ഞ ആളുകൾ. ഇടയന്മാർ കർത്താവിനെ എങ്ങനെ അറിഞ്ഞെന്നറിഞ്ഞു. വൈസ്മെൻ ഫ്രം ഈസ്റ്റ്, കിഴക്ക് നിന്ന വിദ്വാൻമാർക്ക് കർത്താവിനെ കുറിച്ചുള്ള അറിവിനെ കുറിച്ച് അറിഞ്ഞു കണ്ടു. ഡീമൺസ്, അശുദ്ധാത്മാക്കള് കർത്താവിനെ എങ്ങനെ അറിഞ്ഞിരുന്നതെന്ന് അറിഞ്ഞു. സെഞ്ചൂറിയൻസ്, ശതാധിപന് കർത്താവിനെ കുറിച്ചുള്ള അറിവിനെ പറഞ്ഞു. യേശുവിൻ്റെ അമ്മയാകുന്ന മറിയയ്ക്ക് യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന അറിവുകളെ കുറിച്ച് നമ്മൾ കണ്ടു. സമാരിറ്റൻ വുമൺ, ശമര്യക്കാരി സ്ത്രീക്കും യേശുവിനെ കുറിച്ച് ലഭിച്ച അറിവുകളെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ കുറേ നമ്മൾ പഠിച്ചു. ഇന്ന് കുറേ ഈ കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും കർത്താവിനെ ശിഷ്യന്മാർ അറിഞ്ഞില്ല എന്നുള്ളതിൻ്റെ തെളിവെന്തുവാ? ഞാൻ പ്രസംഗിക്കുകയല്ല, നിങ്ങൾ വചനം പഠിപ്പിക്കുകയും കൂടാ. How do we know that the disciples didn't know Jesus the way they have to know? യേശുവിനെ അറിയേണ്ടതുപോലെ അവരറിഞ്ഞിരുന്നില്ല എന്ന് വേദപുസ്തകത്തിൽ പല ക്ലൂ ഉണ്ട്. ഒന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിച്ചില്ല. എത്ര പ്രാവശ്യം കർത്താവ് പറഞ്ഞെന്നറിയാമോ? മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മാർക്ക് 8:27. ആ 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 മതി. നോക്കുക, തന്നെ അനുഗമിച്ച, തൻ്റെ കൂടെ നടന്ന, താൻ ചെയ്ത സകല അത്ഭുത പ്രവൃത്തികൾക്കും സാക്ഷിയായിരുന്ന, തൻ്റെ പ്രസംഗങ്ങളെല്ലാം കേട്ട യേശുവിൻ്റെ കൂടെയാണ്. ഓൾമോസ്റ്റ് വളരെ ചില അപൂർവ സമയങ്ങളിൽ മാത്രമേ ശിഷ്യന്മാർ കർത്താവിൽ നിന്ന് മാറിയിരിക്കാറുള്ളൂ. എപ്പോഴാണെന്നറിയാമോ അത്? പ്രാർത്ഥനാ സമയത്ത് ഇവരെ ഒന്നും കാണത്തില്ല. മിനിസ്ട്രി സമയത്ത് ഇവരെല്ലാം കാണും. അത്ഭുതങ്ങൾ ചെയ്യാനോടെ കാണും. അപ്പം ആ പ്രാർത്ഥനാ സമയത്ത് ആ ഒരു പ്രാവശ്യമേ കർത്താവ് ഇവരെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയുള്ളൂ. അന്ന് നല്ല ഉറക്കമായിരുന്നു.
എനിക്ക് തോന്നുന്നു ഇവരുടെ സ്വഭാവം അറിയാഞ്ഞുകൊണ്ടായിരിക്കാം പുള്ളി. നിങ്ങൾക്കും അറിയാമോ, ഈ ഉറങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്നാൽ നമ്മളും ഉറങ്ങിപ്പോവും. അത് വാസ്തവമാണ്. അതുകൊണ്ടാണ് അടുത്തിരിക്കുന്ന ആളിടയ്ക്ക് ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങോട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ മേലത് വ്യാപരിക്കും ആ ഒരു ആത്മാവ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കർത്താവ് ഇതറിഞ്ഞുകൊണ്ട് തന്നെ ആരെയും എന്ത് ചെയ്യാഞ്ഞത്. ഞാനൊരു കാര്യം പറയും, കൊച്ചുമക്കളുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ കൊച്ചുമക്കളെയും കൂടെ പ്രാർത്ഥിക്കാതിരുന്ന് ഇരുത്തി കഴിഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് ആമയം പറയും. കാര്യം എന്നാ, ചിലപ്പോൾ എൻ്റെ കൊച്ചുമക്കൾ അവിടെ ഞങ്ങളുടെ കൂടെ വരാറുണ്ട്. അപ്പോൾ രാത്രി പ്രാർത്ഥന സമയം എല്ലാം കഴിഞ്ഞ് പറയും, യു പ്രേ ടു ലോങ്. അപ്പോൾ പിന്നെ വീട്ടു പ്രാർത്ഥന തുടങ്ങുന്നതിന് പറയും, അപ്പച്ചാ ഹാവ് എ ഷോർട്ട് പ്രേയർ. ഏതോ ഭക്ഷണം കഴിക്കാന്നൊരു ഷോർട്ട് പ്രേയർ ഉണ്ടല്ലോ. ഒരു ദിവസം പറഞ്ഞു, ജസ്റ്റ് ലൈക്ക് യു പ്രേ ഫോർ ഫുഡ്, പ്രേ ലൈക്ക് ദാറ്റ്. ഈ ഭക്ഷണം കഴിക്കാൻ നേരത്ത് പ്രാർത്ഥിക്കുന്ന പോലെ ഒരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ശിഷ്യന്മാർക്ക് എനിക്ക് തോന്നുന്നത്, ഈ കർത്താവ് പ്രാർത്ഥിക്കാൻ നേരത്ത് ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയിട്ടില്ല. ഒറ്റ ഒരു പ്രാവശ്യമേ കൂടെ കൊണ്ടുപോയിട്ടുള്ളൂ. അന്ന് കൊളാക്കുകയും ചെയ്തവർ. ആ ഒരു സമയം ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പോഴും ഇവർ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാ. എന്നിട്ടും they failed to understand Jesus. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമുക്കുള്ള സമയം അനുസരിച്ച്. കൂടെ നടക്കുന്ന ശിഷ്യന്മാരോട് ഒരിക്കൽ കർത്താവ് തന്നെ ചോദിച്ചു, ഇറ്റ്സ് ട്രൂ ദാറ്റ് യു ആർ വാക്കിംഗ് വിത്ത് മീ ഓൾ ദീസ് ഇയേഴ്സ്. എൻ്റെ കൂടെ നടക്കുന്നു എന്നുള്ള കാര്യം, വി വർക്ക് ടുഗദർ, വി ആർ കോ ലേബറേഴ്സ്, ബട്ട് ഡു യു ആക്ച്വലി നോ ഹു ഐ ആം? ഞാൻ ആരാന്ന് നിങ്ങൾക്ക് ശരിക്കറിയാമോ? There was a pin drop silence. പിന്നെ പത്രോസ് പറയുന്നത്, ആ പറഞ്ഞതും ബോധ്യത്തിൽ നിന്ന് പറഞ്ഞു ഒന്നുമല്ല, with a special unction and anointing of the Holy Spirit, he said. ദൈവാത്മാവിൻ്റെ അന്നേരം വന്നിരിക്കുന്ന ഒരു പ്രത്യേക ഒരു വെളിപ്പാട് കൊണ്ട് മാത്രം പറഞ്ഞതാ. അങ്ങനെ ആണെങ്കിൽ പിന്നെ ഈ പുള്ളി പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പം പറയോ, ഈ മനുഷ്യൻ ആരാന്ന് പോലും എനിക്ക് അറിയില്ല എന്ന്. അപ്പം അന്നേരം ഒരു പ്രൊഫറ്റിക് വേർഡ് പോലെ വന്നതാ അത്. അന്നേരം ഒരു പ്രവചനദൂത് പോലെ കർത്താവിനെ പറയുന്നുണ്ട്, ഇത് നിനക്ക് ജഡരക്തങ്ങളൊന്നും വെളിപ്പെട്ട് കിട്ടിയതല്ല എന്ന് പറഞ്ഞാൽ, ഇത് നീ എൻ്റെ കൂടെ നടന്ന് പഠിച്ച ഒരു കാര്യമല്ല. അതാ വാക്കിൻ്റെ അർത്ഥം. നീ ജഡത്തിൽ എന്നോടുകൂടെ നടന്നതിൽ നിന്ന് നിനക്ക് ലഭിച്ച ഒരറിവല്ല ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു എന്നുള്ളത്. ഇത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നെ. ഇറ്റ്സ് സംതിങ് യു ഗോട്ട് ബൈ റെവലേഷൻ. ഇത് വെളിപ്പാടിനാൽ നിനക്ക് ലഭിച്ചൊന്നാ. അപ്പോൾ ഇത്രയും വർഷം കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും കർത്താവ് ആരാന്ന് എന്ത് ചെയ്യത്തില്ല, അറിഞ്ഞില്ല. കർത്താവിൻ്റെ സ്വഭാവം അറിഞ്ഞില്ല. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും സുവിശേഷ വേലയിലൊക്കെ ആയിട്ട് എത്ര വർഷമായി നമ്മളൊക്കെ. എന്നിട്ടും കർത്താവിനെ അറിയേണ്ടവണ്ണം നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാ എൻ്റെ ചോദ്യം മുഴുവൻ. എന്നാൽ ക്രിസ്തുവിൻ്റെ കൂടെ ജഡത്തിൽ നടക്കാൻ, ജഡപ്രകാരം ക്രിസ്തുവിനോട് കൂടെ നടക്കാൻ ഭാഗ്യം ലഭിക്കാത്തൊരു മനുഷ്യനായിരുന്നു ആര്? അപ്പോസ്തലനായ പൗലോസ്. ആ മനുഷ്യൻ ക്രിസ്തുവിനെക്കുറിച്ച് പ്രാപിച്ചത് മുഴുവൻ വെളിപ്പാടിലൂടെയാണ്. താൻ പറയുന്നുണ്ട് മുഴുവനും. ആ മനുഷ്യനാ പിന്നെ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കാൻ ആരെ കൊണ്ടും എന്ത് ചെയ്യത്തില്ലെന്ന്, കഴിയത്തില്ലെന്ന്. ജഡപ്രകാരം കൂടെ നടന്ന പത്രോസ് ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞു. പ്രാണഭയത്തിലായപ്പോൾ ഒരുത്തൻ പ്രാണഭയത്തിൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുക, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കാൻ എന്ത് ചെയ്യല്ല ഒന്നേ കൊണ്ടും. അതാണ് അറിവുകൾ തമ്മിലുള്ള വ്യത്യാസം. ജഡപ്രകാരം കൂടെ നടന്നപ്പോൾ ലഭിച്ച ചില അറിവുകളുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് ദൈവിക വെളിപ്പാടിനാൽ ലഭിക്കുന്ന ചില അറിവുകളുണ്ട്. ആ അറിവിൽ മാത്രമേ നിനക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ. നോക്കാം നമുക്ക് ഈ വേദഭാഗത്തേക്ക്. അപ്പോൾ കൂടെ നടന്ന ഇവർക്ക് 12 പേര് കൂടെ നടന്നല്ലോ. അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമായിരുന്നു. എവരിബഡി. അപ്പോൾ ഈ കർത്താവിൻ്റെ കൂടെ നമ്മൾ നടന്നിട്ട്
ഇപ്പോഴും നമുക്ക് കർത്താവിനെ അറിയേണ്ടവണ്ണം അറിയാമോ? അതോ ഇപ്പോഴും ആർ വി കൺഫ്യൂസ്ഡ് ആൻഡ് പെർപ്ലക്സ്ഡ് വെൻ പ്രോബ്ലംസ് അറൈസ്? പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പരിശോധനകൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോവുകയാണോ? ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവനെ അറിയേണ്ടവണ്ണം നമ്മൾ അറിഞ്ഞില്ലെന്നർത്ഥം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യം കൊണ്ട് നമുക്ക് ഇതിനോട് ചേർന്ന് പഠിക്കാം. ലൂക്കോസ് 9:49 മുതൽ താഴോട്ട്. കർത്താവിൻ്റെ അടുക്ക് വന്നിരിക്കുക. നാഥ, ഒരുത്തിൽ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. അവൻ നമ്മുടെ കൂടെ ചേരാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ വിലക്കി. അല്ലേ? വായിച്ചോ. നാഥ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കാത്തതിനാൽ ഞങ്ങൾ അവനെ എന്ത് ചെയ്തു? വിരോധിച്ചു, അല്ലെങ്കിൽ വിലക്കി എന്ന് പറഞ്ഞു. അതിന് യേശു അവരോട്, നെവർ ഡു ദാറ്റ്. അപ്പം ഞാൻ കഴിഞ്ഞോട്ടെ, ഇവർ ഈ വലിയ കാര്യത്തിൽ വന്നത് കർത്താവിനോട് പറഞ്ഞതിൻ്റെ കാര്യം എന്നാ? അവർ വിചാരിച്ചു ഇത് കേട്ട ഉടനെ കർത്താവ് എന്ത് ചെയ്യും? വെൽ ഡൺ, അങ്ങനെ തന്നെ വേണം കേട്ടോ. നാളെയും പോയി ഇങ്ങനെ നമ്മുടെ കൂടെ ചേരാതെ, നമ്മുടെ പ്രസ്ഥാനത്തിൽ ചേരാതെ, നമ്മുടെ കൂട്ടായ്മ കൂടാതെ ഇങ്ങനെ വല്ല കാര്യങ്ങൾ ചെയ്യുന്നവനും എന്ത് ചെയ്തോണം? അവനൊക്കെ വിലക്കിക്കോണം. അപ്പം ഇവർ വിചാരിച്ചത് ഇത് കേട്ടാൽ കർത്താവിന് വലിയ സന്തോഷമാവും. അല്ലെങ്കിൽ പറയുമോ? നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ പോയി ഒരു കാര്യം ചെയ്തു വന്നിച്ച് സാറിനോട് പറഞ്ഞാൽ സാറിന് വലിയ ഇഷ്ടാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് മിണ്ടാണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പം ഇവരിത് കർത്താവിനോട് പറയാൻ കാര്യം എന്തുവാ? ജീസസ് വിൽ ബി, കർത്താവിന് ഈ കാര്യം നമ്മുടെ കൂടെ അവർ ചേർന്നില്ല എന്ന് കേൾക്കുന്നത് കാണുമ്പോൾ കർത്താവിന് വലിയ സന്തോഷമായിരിക്കും. അതാ എൻ്റെ അർത്ഥം. അതാ ഞാൻ പറഞ്ഞേ, ദേ ഫെയിൽഡ് ടു അണ്ടർസ്റ്റാൻഡ് ജീസസ്. യേശുവിനെ അറിയുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി. വേറെ 1-2 സംഭവം കൂടെ ഞാൻ മെൻഷൻ ചെയ്ത് വെച്ച് മാത്രം പോവാം. 3 നാൾ പുരുഷാരം കർത്താവിൻ്റെ കൂടെ പാർക്കുക, കർത്താവിൻ്റെ കൂടെ വചനമൊക്കെ കേട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക. യോഗം തീരാറായപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവർ കർത്താവിനോട് അതിന് മുമ്പ് പറയുന്നുണ്ട്, നേരം വൈകി, ഇത് നിർജ്ജന പ്രദേശമാണ്, ജനം വല്ല ഊരുക്കളിലെങ്ങാണം പോയി വല്ലതും ഭക്ഷിക്കേണ്ടത്, വേഗം യോഗം അവസാനിപ്പിച്ച് വിടാൻ പറഞ്ഞു. കർത്താവ് അതിന് മറുപടി കൊടുത്തു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുമെന്ന്. കർത്താവിൻ്റെ മനസ്സറിയാവുന്ന ഒരു ശിഷ്യന്മാരായിരുന്നെങ്കിൽ ഒരിക്കലും മറ്റേത് പറയത്തില്ലായിരുന്നു. ഏത്? പുരുഷാരത്തെ പറഞ്ഞു വിടാൻ പറയത്തില്ലായിരുന്നു. നമ്മൾ കൂടെ നടക്കുന്നെങ്കിലും വി ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ജീസസ്. നമുക്ക് യേശുവിനെ മനസ്സിലാക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? പരാജയപ്പെട്ടിരിക്കുക. നമ്മുടെ പല പ്രവൃത്തികളും, നമ്മുടെ പല ചെയ്തികളും നമുക്ക് കർത്താവിൻ്റെ മനസ്സ് മനസ്സിലാകാത്തതുകൊണ്ടാണ്. വേറെ സന്ദർഭം കൂടെ ഞാൻ പറയാം. കൂടെ നടക്കുന്നതൊക്കെ കർത്താവിൻ്റെ കൂടെ നമ്മൾ നടക്കുന്നത്, പക്ഷേ കർത്താവിൻ്റെ മനസ്സിലിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കർത്താവ് ഒരു ദിവസം ഇങ്ങനെ ഒക്കെ നോക്കി വെച്ച് പറഞ്ഞു, നിലങ്ങളൊക്കെ അല്ലേ കൊയ്ത്തിനായിട്ട് വളഞ്ഞിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ നോക്കി വെച്ച് പറഞ്ഞു 3 മാസം കൊണ്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് അത് ഈ കൊയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞേ, ആത്മാക്കളെ കുറിച്ചാണ്. കർത്താവ് നിലങ്ങളെല്ലാം ഇതെന്ത് ചെയ്യുക? പക്ഷെ ശിഷ്യന്മാർ പറയുന്നത് കർത്താവ് കാണുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല, കൂടെ നടക്കുന്നത് കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ മനസ്സ് നമുക്കറിയാൻ കഴിയുന്നില്ല, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് നമുക്കറിയത്തില്ല. എൻ്റെ ചിന്ത മുഴുവൻ അതാ, ഹൗ വെൽ വി നോ ഹിം. നമുക്ക് കർത്താവിനെ എത്ര നന്നായിട്ട് അറിയാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന പലതും ദൈവത്തിന് പ്രസാദകരമല്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതെന്തിനു വേണ്ടിയാ? മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ, നമുക്കൊരു പേര് കിട്ടാൻ,
നമ്മൾ ആരോ ആണെന്ന് കാണിക്കാൻ. അതുകൊണ്ട് എന്തോ പറ്റുന്നേ, അധ്വാനം മാത്രം നമുക്കതിന് പ്രതിഫലം കിട്ടുന്നില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിതയ്ക്കുന്നുണ്ട്, പക്ഷേ വിത്തെല്ലാം വീഴുന്നത് എവിടാ? പാറ സ്ഥലത്താ. വിത്ത് വീഴുന്നത് എവിടാ? മുള്ളിൻ്റെ ഇടയിലാണ്. വിത്ത് വീഴുന്നത് എവിടാ? വഴിയമ്പലത്തിലാണ്. ഇറസ്പോൺസിബിൾ സോവറാണവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ഉത്തരവാദിത്വമില്ലാത്ത ഒരു വിധക്കാരൻ. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പണ്ട് ഈ സർക്കസൊക്കെ ഇവിടെ നടക്കുമ്പോൾ, ഇപ്പോഴല്ലേ അനൗൺസ്മെൻറ്റ് ടി വി, പണ്ട് ഈ ഭാരത സർക്കസ് അതൊക്കെ വരുമ്പോൾ അവർ ഈ കുറേ നോട്ടീസ് അടിച്ചിറക്കും. ഇങ്ങനെ ഭ്രാന്തിയോട് ഇവിടെ സർക്കസ് ഓപ്പൺ ചെയ്യുന്നു, അത് ഇതുമുണ്ട്. എന്നിട്ട് അവരുടെ ക്ലയൻസ്, അവരുടെ സർക്കസ് കളിക്കാൻ വരുന്നവരെയല്ല വിതരണത്തിന് വിടുന്നത്. അത് ഇതാരെങ്കിലും എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഒരു പാർട്ടി ഏൽപ്പിക്കുക വിതരണം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്തോന്നു? കൂലിക്കാരെ വെച്ചേക്കുക. അപ്പോൾ 10,000 നോട്ടീസ് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ 300 രൂപയോ 400 രൂപയൊക്കെ അന്ന് കൊടുക്കുമായിരുന്നു. അവൻ ഈ 10,000 നോട്ടീസ് വാങ്ങി അവൻ വിതരണം ചെയ്യത്തൊന്നുമില്ല. കുറേയൊക്കെ കൊടുത്തേച്ച് അവൻ കൊണ്ട് എന്ത് ചെയ്യും? ഈ ഇരച്ചിറക്കുളത്തിൽ കൊണ്ടിട്ടേത്തു. അന്ന് ഇരച്ചിറക്കുളം ഉണ്ടായിരുന്നു അവിടെ, അത് കൊണ്ടിട്ടേക്കും. എന്നിട്ട് കറക്റ്റ് 6 മണിയാകുമ്പോൾ തിരിച്ചെത്തും കൂലി വാങ്ങിക്കാനായിട്ട്. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇറസ്പോൺസിബിൾ സോവർ. പണ്ട് ട്രാക്ട് വിതരണം അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല സംഘടനയുടെ. എത്രയോ മരപ്പൊത്തുകളിൽ നിന്ന് ട്രാക്റ്റുകൾ കണ്ടെടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? പേര് പറയുന്നില്ല ആരുടെ. രാവിലെ ഒരു കെട്ട് ട്രാക്ടറുമായിട്ട് ഇറങ്ങും. എന്താ കാര്യം? ഇറസ്പോൺസിബിൾ സോവർ. വിതച്ചോ? വിതച്ചു. ഫലം വല്ലതും കിട്ടും. നമ്മളിവിടെ കാത്തിരിക്കുക എപ്പം വല്ലതും ആരെങ്കിലുമൊക്കെ വരും ഇത് വായിച്ചിട്ടുന്നത്. എവിടെ അത് വല്ലവൻ്റെ കിട്ടിയിട്ട് വേണ്ടേ വായിക്കാൻ? ഒരു ഫോൺ കോൾ പോലും വരുന്നില്ലെന്നേ. വൈ? ഇറസ്പോൺസിബിൾ സോവർ. യജമാനൻ്റെ ഹിതമറിഞ്ഞ് വിതയ്ക്കാൻ കഴിയുന്നില്ല. ഞാൻ എപ്പോഴും ആ വിതക്കാരൻ്റെ ഉപമ വായിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്. Why this happened? എന്തുകൊണ്ട് ഈ വിതക്കാരൻ ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് അവൻ്റെ വിത്ത് പാറസ്ഥലത്ത് വീണുപോയി? എന്തുകൊണ്ട് അവൻ്റെ വിത്ത് മുള്ളിൻ്റെ ഇടയിൽ വീണുപോയി? ഒരു പറ വിത്ത് വിതയ്ക്കാൻ പറഞ്ഞു, എന്ത് ചെയ്തു? എൻ്റെ പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. യജമാനൻ്റെ ഇഷ്ടമറിഞ്ഞ്, അവനെ അറിഞ്ഞ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും വലുത്. നമ്മൾ ഏതായാലും കർത്താവിനെ പിൻപറ്റാൻ ഇറങ്ങിയില്ലേ, സേവിക്കാൻ ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഹിതമനഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ശുശ്രൂഷിക്കാം. പോണ്ടെന്ന് പറ. കർത്താവ് ഇന്ന് രാവിലെ പറയുകയാണ്, ഇന്ന് നീ എങ്ങും പോകണ്ട, ഇന്ന് നീ എൻ്റെ സന്നിധിക്ക്. ഐ വാണ്ട് ടു ടോക്ക് ടു യു. എനിക്ക് നിന്നോട് ചിലതൊക്കെ പറയാനുണ്ട്. ഇല്ല, എന്നും രാവിലെ ഞാൻ 8 മണിക്ക് സൂചിച്ച ഞാൻ പ്രവർത്തനത്തിന് ഇറങ്ങിക്കോളാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നും ഇറങ്ങി. ആദ്യം ചായ കുടിക്കാൻ കയറിയ കടയിൽ തന്നെ 40 പേര് ഇരിപ്പുണ്ടായിരുന്നു. അവർക്കെല്ലാം ഓരോ ട്രാക്ടർ കൊടുത്തു. അപ്പോൾ 100 ട്രാക്ടർ വിതരണം ചെയ്യാമെന്നല്ലേ പറഞ്ഞേ. അവരെല്ലാം കുടിച്ച് അവിടെ തന്നെ വെച്ച് പോയി. അയക്കത് പരിപ്പ് ഇവിടെ പൊരിഞ്ഞു കൊടുക്കാനുള്ള കടലാസായി ആ പാവത്താന് 40 ട്രാക്ടർ ഒന്ന് കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് അവർക്ക് കുറുക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കണം തോന്നി ആ കടയിൽ കയറി. അവിടെ ഉണ്ടായിരുന്നു കുറച്ച് പേര്. കുറച്ച് കഴിയുമ്പോൾ തീർന്നില്ല. പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവിടെ വരുന്നവർക്കെല്ലാം നിങ്ങൾ, പിന്നെ കടക്കാരനെ ഏൽപ്പിച്ചു, ഇവിടെ വരുന്നവർക്കെല്ലാം നിങ്ങളോരോ ട്രാക്ടർ കൊടുത്തേക്കണേ. കാരണം എനിക്ക് ഉച്ചയ്ക്കൊരു സീരിയലുണ്ട്, അത് കാണണ്ട സമയമായി. ഞാനൊരു കാര്യം പറയട്ടെ, വളരെ വേദനയോടാണ് ഞാൻ പലതും പറയുന്നത്. ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. മെനി ടൈംസ് പലപ്പോഴും നമ്മുടെ സീഡ്സ്, ദൈവം നമ്മളെ ഏൽപ്പിച്ച റിസോഴ്സസ് ഡിഡ്ന്റ് ഗോ ടു ദ റൈറ്റ് ഹാൻഡ്സ്. എത്തേണ്ട അടുത്തല്ല എത്തിയത്. കൊടുക്കേണ്ടവൻ്റെ ഇലക്കല്ല കൊടുത്തത്. കൊടുത്തു. എന്നിട്ട് ഞാൻ കാത്തിരിക്കുക, എന്തുവാ?
പ്രതിഫലം. കർത്താവ് ഇന്ന് രാവിലെ വിതരണം ചെയ്ത 100 ട്രാക്റ്റുകൾക്കും എന്ത് ചെയ്യണേ? സംഗതി ശരിയായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് പരിപ്പോടെ പൊതിഞ്ഞുകൊണ്ടോ ട്രാക്റ്റ് അവനെ രക്ഷയിലേക്ക് നടത്തി കാണും. അതിന് നിനക്കൊരു ഗുണം, അതിന് കടക്കാരനായിരിക്കും കിട്ടുന്നത്, നിനക്കൊരു നന്മയും കിട്ടത്തില്ല. അതുകൊണ്ട് നീ അവിശ്വസ്തനായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം എൻ്റെ ഒറ്റ ഒരു ആഗ്രഹം, കർത്താവേ, ഐ വാണ്ട് ടു ഫോളോ യു നോയിങ് യുവർ ഹാർട്ട്. അങ്ങയുടെ ഹൃദയം എന്തെന്നറിഞ്ഞ് അങ്ങയെ സ്നേഹിപ്പാൻ, അങ്ങയെ ആരാധിപ്പാൻ, അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ. ഞാനൊരു കാര്യം പറയട്ടെ. കർത്താവ് ന്യായവിധി നാളിൽ പറയുന്നൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തതല്ലേ. നമ്മളൊക്കെ ആണെങ്കിൽ അവർക്കായിരുന്നു തന്നെ പിന്നെയും കാശ് കൊടുത്തുകൊണ്ടിരുന്നത്. കാര്യം എന്നാ പരിപാടിയാണ് അവർ ഒപ്പിക്കുന്നത്? ശരിയല്ലേ? നമ്മളാണെങ്കിൽ അതേ കൊടുക്കുള്ളൂ. ഒരു ഭയങ്കര മിനിസ്ട്രി അല്ലേ അവർ ചെയ്യുന്നത്. ഭൂതങ്ങളെ പുറത്താക്കുന്നു, ചെയ്യുന്നു. പക്ഷേ കർത്താവിനോട് പറയുന്നത് എന്നാ? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പൊ നീ കൊടുത്തത് മുഴുവൻ ആർക്കാ? നിനക്കറിയാവുന്ന ഒരാളെ, കർത്താവിനറിയാവുന്ന ഒരാൾക്കല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നീ കൊടുത്തത് മുഴുവൻ ആർക്കാ? നിനക്കറിയാവുന്ന ഒരാൾക്ക്. പക്ഷെ ആ ആളെ ആർക്കറിയത്തില്ല? കർത്താവിനറിയത്തില്ല. പിന്നെങ്ങനെ നിനക്ക് കർത്താവ് പ്രതിഫലം തരുന്നേ? പിന്നെങ്ങനെ കർത്താവ് നിനക്ക് വല്ലതും നൽകി തരുന്നത്? കാരണം കർത്താവിനറിയാത്ത ഒരാളെയാണ് നീ എന്ത് ചെയ്തത്? കൊടുത്തത്. യു ആർ ഡിസീവ്ഡ്. നാം വഞ്ചിക്കപ്പെട്ടു പലപ്പോഴും. ഇന്ന് പകൽക്കാലം കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, ഇസ് മൈ സീഡ് ഗോസ് ടു ദ റൈറ്റ് പ്ലേസ്? എൻ്റെ വിത്തുകൾ പോകേണ്ടടുത്താണോ പോകുന്നത്? ഞാൻ ചെയ്യുന്നത് നിനക്ക് ഹൃദയകരമായ സ്ഥലത്താണ് ചെയ്യുന്ന കാര്യങ്ങളാണോ ഞാൻ ചെയ്യുന്നത്? അങ്ങയുടെ മനസ്സറിഞ്ഞ്, അങ്ങയുടെ ഹൃദയം അറിഞ്ഞ് ജീവിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവേ, ഓപ്പൺ മൈ ഐസ് ടു സീ യു ആൻഡ് യുവർ ഹാർട്ട്. അങ്ങയെയും അങ്ങയുടെ ഹൃദയത്തെയും കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. എങ്കിൽ മാത്രമേ അവന് പ്രസാദമുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ട് അവനെ പോലെ നമുക്കായിത്തീരാനായിട്ട് സാധിക്കത്തുള്ളൂ.